ആ മഹാധൈര്യം. ഞാൻ കാരണം തിരയുന്നു, എത്ര നാൾ കൊണ്ട് ഉപവസിക്കുന്നു, എൻ്റെ കരച്ചിൽ നീ കാണുന്നില്ലയോ? നമുക്കും തോന്നിയിട്ടുണ്ടാ കർത്താവേ നീ ഉറങ്ങിയാന്നോ, നീ അറിയുന്നില്ല. തിരമാല ഉയരുമ്പം, വഞ്ചി മുങ്ങാറായി വെള്ളം അതിൽ കയറുമ്പോൾ, കാറ്റടിച്ചൊലിക്കുമ്പോൾ ഒരു പുള്ളി കൂളായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് സമ്മതിക്കാൻ പാടാ. ആ കോൺഫിഡൻറ്റ് അതെന്നെ വല്ലാതെ ആകർഷിച്ചു. ആ മഹാധൈര്യം. ഞാൻ കാരണം തിരഞ്ഞു. ബാക്കി എടുക്കണ്ട സമയം. ബാക്കി എടുക്കണ്ടെന്ന് പറയാൻ കാരണം, ഒന്ന് സമയം നമുക്ക് മുമ്പിൽ കുറവാച്ച് വേഗത്തിൽ പോകണം. 2 പെന്തിക്കോസ്തുകാരെ കുനിഞ്ഞാൽ പിന്നെ നൂറ്റാൻ പാടാ. നിങ്ങൾ നൂന്നിരുന്നാൽ മതി. 23-ാം അധ്യായത്തിലും 27-ാം അധ്യായത്തിലും ഒരേ ദൂത് 2 വട്ടം ആവർത്തിച്ചു. 40-ലധികം പേർ ഇവനെ ഇരുട്ടിന്റെ മറവിൽ വകവരുത്താൻ തോന്നപ്പം തട്ടി ഉണർത്തിയിട്ട് ദൈവാത്മാവ് പറഞ്ഞു, ഭയപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കെ. നീ യെരുശലേമിൽ നെഞ്ചു വിരിച്ച് നിന്നതുപോലെ, യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ, നീ കൈസറിൽ, റോമിൽ കൈസറുടെ മുമ്പിൽ എന്നെ സാക്ഷീകരിക്കേണ്ടതാകുന്നു. എത്ര പേർ ആത്മാവിൽ എന്നോടൊപ്പം ചേർന്ന് വരും കേട്ടോ. 27-ാം അധ്യായത്തിലും ആത്മാവ് ദൂതൻ തട്ടി ഉണർത്തിട്ട് പറഞ്ഞു, എടാ ധൈര്യമായിട്ടിരിക്ക്, കപ്പൽ തകരും, നിന്നോട് കൂടെ ഉള്ളവരെ തന്നെ നിനക്ക് തരൂ. സഞ്ചരിച്ച വാഹനം പോയി, സൗകര്യം പോയി, പാതി വഴി എത്തിയോളൂ. ധൈര്യത്തോടിരിക്കാൻ കാരണം എന്റെ തലയിൽ ഒരു ദൂതുണ്ട്, എനിക്കൊരു ദർശനമുണ്ട്, ഞാൻ കേട്ടൊരു ശബ്ദമുണ്ട്. എത്ര പേർക്ക് ദൂതൊന്ന് ചേർത്ത് പിടിച്ചിട്ട് പറയാ, എന്നെ തകർത്ത് കളയാ, എന്നെ ഒടുക്കി കളയാ. കൂടപ്പുറപ്പേ, നിനക്കൊരു ദൂതുണ്ടോ? നീ ഒരു പ്രവചനം കേട്ടിട്ടുണ്ടോ? നീ ദൈവശബ്ദം കേട്ടിട്ടുണ്ടോ? ഇന്ന് പകൽക്കാലം അത് പൊടി തട്ടിയെടുത്തിട്ട് പറ, എനിക്കൊരു ദോഷവും ഭവിക്കുകയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മ തൊടുന്നു 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 തൊടുന്നു. ോടെ ചങ്കുറ്റത്തോട് പറ, ഞാനൊരു ദൂത് കേട്ടിട്ടുണ്ട്. അത് പ്രാപിക്കുന്നതിന് മുമ്പേ, അതിലെന്റെ കൈ തൊടുന്നതിന് മുമ്പേ, എന്റെ കാൽ അതിൽ ചവിട്ടുന്നതിന് മുമ്പേ, എന്റെ കണ്ണത് കാണുന്നതിന് മുമ്പേ, പാതി വഴിയിൽ എന്നെ ഒടുക്കി കളയാൻ, പാതി വഴിയിൽ എന്നെ തകർത്ത് കളയാൻ, പാതി വഴി എന്നെ മുടിച്ചു കളയാൻ, എന്നെ നിലിംബരതിയാക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല. ആവേശത്തോടെ എത്ര പേർ എന്നോട് ചേർന്ന് പറയൂ? അഭിഷേകത്തിലെ ശക്തിയോടെ എന്നോട് എത്ര പേർ ചേർന്ന് പറയൂ, എനിക്കൊരു ദോഷവും ഭവിക്കില്ല. യേശു, ശ്രദ്ധിച്ചേ, ഈ ദൂതൊന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടി ഒരു ചിന്തയും കൂടെ ഞാൻ നിങ്ങളൊന്ന് പറഞ്ഞോട്ടെ. യേശു തൻ്റെ ശിഷ്യന്മാരുമായിട്ട് അക്കരയ്ക്ക് പോവുകയാണ്. പാതി വഴി എത്തിയപ്പോൾ കാറ്റു പെരുകി, കടലിളകി, തിരമാലകൾ ശക്തമായി. ആവുന്ന പണി അറിയാവുന്നിടത്തോളം ആ ശിഷ്യന്മാർ അധ്വാനിച്ചു. അർദ്ധരാത്രിക്ക് ചെയ്യാൻ പറ്റുന്ന പണി മുഴുവൻ പടക് തണ്ടുവലിച്ചു, കഴിഞ്ഞില്ല. വഞ്ചി മുങ്ങുവെന്ന് തോന്നിയപ്പോൾ അവർ യേശുവിന്റെ അടുക്ക ചെന്ന് യേശുവിനെ ഒന്ന് കുലുക്കി വിളിച്ചു, നാഥാ, ബാക്കി പറ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ വിചാരയിൽ. തിരമാല ഉയരുമ്പം, വഞ്ചി മുങ്ങാറായി വെള്ളം അതിൽ കയറുമ്പോൾ, കാറ്റടിച്ചൊലിക്കുമ്പോൾ ഒരു പുള്ളി കൂളായിട്ട് ഉറങ്ങിയെന്ന് പറഞ്ഞാൽ എനിക്ക് അങ്ങോട്ട് സമ്മതിക്കാൻ പാടാ. എഴുത്തുകാരൻ കണ്ട കാഴ്ച അവൻ വരമൊഴിയായി എഴുതി വെച്ചു. ഞാൻ തറപ്പിച്ച് എൻ്റെ ആത്മീക പരിചയത്തിൽ പറയും, എൻ്റെ യേശു ഉറങ്ങിയല്ല, അവൻ ഇതെല്ലാം അറിയുന്നുണ്ട്. നമുക്കും തോന്നിയിട്ടുണ്ടാ കർത്താവേ നീ ഉറങ്ങിയാന്നോ, നീ അറിയുന്നില്ലേ? എത്ര നാൾ കൊണ്ട് പ്രാർത്ഥിക്കുന്നു, എത്ര നാൾ കൊണ്ട് ഉപവസിക്കുന്നു, എൻ്റെ കരച്ചിൽ നീ കാണുന്നില്ലയോ? അങ്ങേ അറ്റം പോലും ചിന്തിച്ചോളൂ, നീ പോലും എന്നെ കൈവിട്ടോ? ഉത്തരത്തിന് എന്തിനാ ഒത്തിരി വാക്യം? ഒറ്റ വാക്യം, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുന്നതുമില്ല. ഈ തട്ടി വിളിച്ചുകൊണ്ടെത്തി പുള്ളി എഴുന്നേറ്റിട്ട് മിക്ക സ്ഥലങ്ങളിലും യേശു ശിഷ്യന്മാരെ വഴക്ക് പറയായിരുന്നു. അല്പവിശ്വാസികളെ വിളിച്ചിട്ടുണ്ട്. കഠിനമായിട്ട് എനിക്ക് തോന്നിയൊരു വാക്ക്, നിങ്ങളെ ഞാൻ ഇനി എത്രത്തോളം സഹിക്കും. സഹികെട്ടെന്ന് പറയത്തില്ലേ, സഹികെട്ടെന്ന് പറഞ്ഞ കണക്കൊരു വാക്ക് പറഞ്ഞു. പിന്നെ പത്രോസിനെ തിരിഞ്ഞ് പോ സാത്താനെന്ന്. പക്ഷെ ഇവിടെ ഒന്നും പറഞ്ഞില്ല, ഒരു വാക്ക് പറയാതെ എഴുന്നേറ്റിട്ട് കാറ്റിനെയും കടലിനെയും ശാസിച്ചു, അമർ ചെയ്തു, ശാന്തമായി. എനിക്ക് ചിന്ത കൂടുതലാന്നേ. ഞാൻ ചിന്തിച്ച് ഇവരെ വല്ലതും പറഞ്ഞിരുന്നെങ്കിൽ, എന്തു പറഞ്ഞേനും. അതിൽ നിന്നൊരു ദൂത് എനിക്ക് കിട്ടി. അതിങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ, പത്രോസെ,
യാക്കോബേ, യോഹന്നാനെ, എന്താ നിങ്ങൾ പറയുന്നത്? നിങ്ങൾ നശിച്ചു പോകുന്നത് എനിക്ക്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓർമ്മയുണ്ടോ? ഈ വള്ളം വെള്ളത്തിലേക്ക് തള്ളാൻ ഞാൻ പറഞ്ഞ സമയം, ആ സ്ഥലം അവിടെ വെച്ച് എന്താ പറഞ്ഞെന്ന് ഓർത്തെടുക്കാമോ? അവിടെ വെച്ച് ഞാൻ പറഞ്ഞത് അക്കരയ്ക്ക്. എത്ര പേർ എന്നോടൊപ്പം വരുന്നുണ്ട്? അല്ലാതെ പാതി വഴിയിൽ നടുകടലിൽ ചാകാവുന്നല്ലോ. ദൂതേറ്റെടുത്തോ അക്കരയ്ക്ക് പോകാമെന്ന് പറഞ്ഞവൻ ഇന്നും നിന്റെ വീട്ടിൻ്റെ ജീവിതത്തിൻ്റെ അമരത്തുണ്ടെങ്കിൽ ഈ പകൽ ഉറപ്പിച്ചു പറയുന്നു, നിനക്കൊരു ദോഷവും ഭവിക്കുകയില്ല. ഈ പകൽ സഭായോഗത്തിൽ ഞാനും നിങ്ങളും, നമ്മൾ രണ്ടു കൂട്ടരും ഒരു കാര്യം ഉറപ്പിക്കാൻ തീരുമാനിക്കണം. ഇറങ്ങിയ പോലെ, തുടങ്ങിയ പോലെ ഇന്ന് ഈ പകൽ കർത്താവിന് ആ പ്രഥമ സ്ഥാനം ജീവിതത്തിലുണ്ടോ? ഇല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഉറപ്പിക്കണം. ഉറപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഗ്യാരണ്ടി ചെയ്ത് തരാം, നിനക്കൊരു ദോഷവും ഭവിക്കുകയില്ല.